ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2-ന്റെ 11ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 31 ആണ്. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ ഗൈസ്, എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ റെഞ്ചിയും ഇച്ചിഗോയും കൂടെ അവരുടെ ഫൈറ്റിന്റെ സെക്കൻഡ് റൗണ്ടിലോട്ട് കയറുകയാണ്. ഇച്ചിഗോയ്ക്ക് റെഞ്ചി കാരണം ഒരുപാടധികം ഇഞ്ചുറീസ് ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ മാസ് ആയിട്ട് തന്നെ നമ്മുടെ റെഞ്ചിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചബി മാറുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെഞ്ചി ആണെങ്കിൽ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി അവന്റെ സമ്പത്ത് വെച്ച് പോകുന്നു. ഒരുപാടധികം മുറിവ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇച്ചിഗോയ്ക്ക് അത്ര നേരം ഒന്നും നമ്മുടെ റെഞ്ചിയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മുടെ റെഞ്ചി ആണെങ്കിൽ ഹ്യൂമൻ വേൾഡിനെ കണ്ടില്ല 5 മടങ്ങ് സ്ട്രോങ് ആണ്. ഇവിടെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഒരു വലിയ അറ്റാക്ക് തന്നെ നമ്മുടെ റെഞ്ചി ആണെങ്കിൽ ഇച്ചിഗോന്റെ നേരെ വിടുന്നുണ്ട്. സോ ഇത് കണ്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് ചാടി ഒരു റൂഫ് ടോപ്പിലേക്ക് കയറുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും ആ റൂഫ് ടോപ്പിന്റെ മണ്ടയ്ക്ക് നിന്നിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് കീബ ഇത് കണ്ടോ, ഇത് റെഞ്ചിയുടെ ലൂട്ടിനറ്റ് ബാഡ്ജ് അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. മീറ്റിംഗിനിടയിൽ തന്നെ നമ്മുടെ റെഞ്ചി പെട്ടെന്ന് തന്നെ അവിടുന്ന് ഡിസിപ്പിയർ ആയെന്ന് മാത്രമല്ല ഈ ബാഡ്ജ് ഞാൻ അവന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയതാണെന്നും അവൾ പറയുന്നു. സോ ഇത് കേട്ട കീബ ചോദിക്കുകയാണ്, നീ ഇത് ക്യാപ്റ്റൻസിനോടൊക്കെ പറഞ്ഞോ? ഇല്ല, എനിക്ക് റെഞ്ചിക്ക് പണിഷ്മെന്റ് കിട്ടുന്നത് കാണാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. എനിക്കിത് ക്യാപ്റ്റൻ ഐസനോട് പറയണമെന്നുണ്ട്, പക്ഷെ റെഞ്ചിക്ക് പണിഷ്മെന്റ് കിട്ടിയാലോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. വേണ്ടിയായിരിക്കും അവൻ ബാഡ്ജ് ഊരി മാറ്റിയത്, ഇവിടെ നടക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഫൈറ്റ് ചെയ്ത് തളർന്ന് നിൽക്കുന്ന നമ്മുടെ ഇച്ചിഗോനെയും അതുപോലെ റെഞ്ചിനെയുമാണ്. നമ്മുടെ റെഞ്ചി ആണെങ്കിൽ ഇച്ചിഗോനെ നേരെ വീണ്ടും ഒരു അറ്റാക്ക് ആക്രമിക്കുന്നു. അത് നമ്മുടെ ഇച്ചിഗോനെ നേരെ ഏൽക്കുന്നുണ്ട്. വീണ്ടും അവന്റെ സമ്പത്ത് യൂസ് ചെയ്ത് ആക്രമിക്കാൻ വരാൻ നേരത്ത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അത് തടയുന്നുമുണ്ട്. സോ അങ്ങനെ അവന്റെ സമ്പത്ത് തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവനൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ റെഞ്ചിയുടെ നേരെ അവന്റെ അറ്റാക്ക് ഒക്കെ ഡോഡ്ജ് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ റെഞ്ചിനെ ഇപ്പൊ ഇച്ചിഗോ കൊല്ലുവടാന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു കാഴ്ച കാണുന്നത്. അവന്റെ സമ്പത്ത് യൂസ് ചെയ്ത അറ്റാക്ക് ആണെങ്കിൽ നമ്മുടെ ഡെഞ്ചി ഡോഡ്ജ് ചെയ്യുന്നു. ഈ സമയം തന്നെ വളരെയധികം ദേഷ്യം വന്ന് നമ്മുടെ റെഞ്ചി ആണെങ്കിൽ അവന്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ ദേഹത്ത് അങ്ങ് വീശുകയാണ്. നമ്മുടെ ഇച്ചിഗോന്റെ ദേഹത്ത് വളരെ വലിയ ഒരു മുറിവ് തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ ഇച്ചിഗോനോട് റെഞ്ചി പറയുകയാണ്, ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞു, നിനക്കൊരിക്കലും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എന്റെ പ്ലാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോയത്, പക്ഷേ റെഞ്ചി അവൻ ഒരുപാടധികം പവർഫുൾ ആയിരിക്കുന്നു എന്ന് നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുന്നു. സമയം തന്നെ നമ്മുടെ റെഞ്ചി പറയുകയാണ്, നിനക്കൊരിക്കലും റൂക്കിനെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ഒരു വലിയ അറ്റാക്ക് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ നേരെ വിടുകയാണ്. ആരു ഹരാത്രോയും വിചാരിച്ചു ഇച്ചിഗോ ചത്തെന്ന്. എന്നാൽ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഇച്ചിഗോ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് ഡോഡ്ജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തനിക്ക് ഉരഹര പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. ഇച്ചിഗോന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ഉരഹരയാണെങ്കിൽ അവനെ കൊല്ലാൻ പോകുന്നത് പോലെയൊക്കെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ ഫുൾ പൊട്ടൻഷ്യനെ ആക്രമിക്കുന്നില്ല നമ്മുടെ ഉരഹരനെ. എനിക്ക് റൂക്കിനെ രക്ഷിക്കണമെന്ന് ഉറപ്പായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും നിന്റെ സമ്പത്തുവിന്റെ സ്പെഷ്യൽ ടെക്നിക്ക് പഠിച്ചേ പറ്റത്തുള്ളെന്ന് നമ്മുടെ ഉരഹര പറയുന്നു. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഓരോ കാര്യത്തിലും ഇങ്ങനെ പേടിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്തുവിന്റെ ടെക്നിക്സ് ഒന്നും നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഉരഹരയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഡിസപ്പോയിന്റഡ് ആണ് നമ്മുടെ ഇച്ചിഗോന്റെ ഭാഗത്തു നിന്ന്. സ്പെഷ്യൽ സമ്പത്തുവിന്റെ അറ്റാക്ക് പഠിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ ചെന്നാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളെന്ന് നമ്മുടെ ഉരഹര ഇച്ചിഗോനോട് പറയുന്നു. എല്ലാ കാര്യത്തിലും പേടിക്കുകയാണ്. നീ ഫൈറ്റ് ചെയ്യാൻ നേരത്ത് നീ മരിക്കുമോ എന്ന് വിചാരിച്ച് പേടിക്കുകയാണ്. നീ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ നേരത്ത് അവര് മരിക്കുമോ എന്ന് വിചാരിച്ച് പേടിക്കുകയാണ്. നീ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന നേരത്ത് അവര് മരിക്കുമോ എന്ന് വിചാരിച്ച് നീ പേടിക്കുകയാണ്. നീ എല്ലാ കാര്യത്തിലും വെറുതെ പേടിക്കുകയാണ്. അത്രയ്ക്ക് നല്ലതല്ല. നീ ഫൈറ്റ് ചെയ്യാൻ നേരത്ത് നിന്റെ അടുത്ത് നിന്ന് പേടി മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നീ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ നീ ഒരിക്കലും അവർ മരിക്കാൻ വേണ്ടി സമ്മതിക്കരുത്. എങ്കിലും നിന്നെ അറ്റാക്ക് ചെയ്താൽ നീ അവരെ കൊന്നു കളഞ്ഞേക്കാൻ. പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഇച്ചിഗോ കുറോസാക്കി? എനിക്ക് റൂക്കിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്തേ പറ്റൂ എന്ന് നമ്മുടെ ഉരഹര ഇച്ചിഗോനോട് പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഉരഹരയാണെങ്കിൽ അവന്റെ സമ്പത്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ടെക്നിക്ക് ചെയ്യുകയാണ്. സോ നമ്മുടെ ഉരഹര പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇച്ചിഗോ ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നു. റൂക്കിനെ രക്ഷിക്കണമെങ്കിൽ നീ നിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തേ പറ്റൂ. എല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരുപാടത്തേക്ക് ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉരഹര ചെയ്യുന്ന ആ സെയിം സമ്പത്തു ടെക്നിക്ക് നമ്മുടെ ഇച്ചിഗോയും അവിടെ വെച്ച് തന്നെ ചെയ്യുകയാണ്. സോ ഈ ടെക്നിക്ക് ഇച്ചിഗോ പെട്ടെന്ന് തന്നെ പഠിച്ചല്ലോ എന്നുള്ള കാര്യം ആലോചിച്ച് നമ്മുടെ ഉരഹരയ്ക്ക് ഒരുപാടത്തേക്ക് സന്തോഷമാവുകയാണ്. അതേ സമയത്ത് തന്നെ അവർ രണ്ടുപേരും കൂടെ ആ ടെക്നിക്ക് ഒന്നിച്ച് അവിടെ വെച്ച് ഉപയോഗിക്കുകയാണ്. സോ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിക്കുന്നു. സോ പിന്നീട് കാണിക്കുന്നത് ആ അറ്റാക്ക് നടന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ വിടർച്ച തന്നെ ഉണ്ടായിരിക്കുന്നു. സോ നമ്മുടെ ഉരഹരയ്ക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ ഇച്ചിഗോ വളരെ അധികം പവർഫുൾ ആയിരിക്കുന്നു എന്നുള്ള കാര്യം. സോ ഗൈസ്, പിന്നീട് കാണിക്കുന്നത് പ്രസന്റാണ്. നമ്മുടെ ഇച്ചിഗോ വളരെയധികം
ഒക്കെ സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് റിസോൾവ് കണ്ടുപിടിച്ചത്. ഈ തവണ നിന്നെ കൊന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുക്കുന്നു. അടുത്ത സമയത്തിനെക്കാട്ടിൽ അവൻ ഒരുപാട് പവർ ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ രഞ്ജിക്ക് മനസ്സിലാവുകയാണ്. വളരെയധികം വേഗത്തിൽ വന്നിട്ട് നമ്മുടെ രഞ്ജിനെ ആക്രമിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. നമ്മുടെ ഉരഹര പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ഇച്ചിഗോ രഞ്ജിനെ ആക്രമിക്കുന്നത്. നമ്മുടെ രഞ്ജി ഒരുപാടധികം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രഞ്ജിയുടെ സമ്പത്തും അടിച്ച് നശിപ്പിച്ച് നമ്മുടെ രഞ്ജിനെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ഇച്ചിഗോ അങ്ങ് ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇച്ചിഗോ തന്നെ തോൽപ്പിച്ചെന്നുള്ള കാര്യം നമ്മുടെ രഞ്ജിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ എന്നെ തോൽപ്പിച്ചു. അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ്, ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതുമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.